ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. യേശുവേ മാറാത്തമിത്രമേ, യേശുവേ ഉയരത്തെ ഉയരാതെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊരു പ്രസ്താവന കാണും. അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നാം ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാകണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴമായി അധികമായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. മെസൊപ്പൊത്താമ്യയിലെ ഊരിൽ നിന്ന് ദൈവത്തിൻ്റെ വെളിപ്പാട് കണ്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം ദൈവത്തെ ആഴമായി സ്നേഹിപ്പാനിടയായി തീർന്നു. ദൈവത്തെ ആഴമായി സ്നേഹിച്ച അബ്രഹാമിനോട് ദൈവത്തിനും ആഴമായി സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സോദോമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയുന്നതായ ഒരാഴമായ വാക്കുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് എനിക്ക് മറച്ചു വയ്ക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് അബ്രഹാമിനോട് കൃത്യമായി സോദോമിന് ഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് കൃത്യമായി അറിയിപ്പ് നൽകണമെന്ന് പറയുന്നതും മാത്രമല്ല, ഞാൻ നിന്നെ വലിയതും ബലമുള്ളതുമായ ജാതിയാക്കി തീർക്കുമെന്നും നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്നും അബ്രഹാമിനോട് ദൈവം പറയുവാനുള്ള കാരണം അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹനിമിത്തം അബ്രഹാമിനെ ദൈവവും സ്നേഹിപ്പാനിടയായിത്തീർന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ എബ്രായ ബാലന്മാർക്ക് അത്യുന്നതനായ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത, അതിൻ്റെ ആഴങ്ങൾ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ അവരുടെ മുൻപിൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നതായ ആ വിഗ്രഹത്തെ, ആ ബിംബത്തെ ഒന്ന് നമിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നിമിത്തം അതരുതെന്നും ദൈവത്തെ മാത്രമേ കുമ്പിടുകയുള്ളൂ, സേവിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ എന്നുള്ള അവരുടെ വാക്കുകളുടെ മുൻപിൽ എതിരാളികൾ എരിയുന്ന തീച്ചൂളയിലേക്ക് എബ്രായ ബാലന്മാരെ എടുത്തിടുമ്പോൾ ദൈവത്തോടുള്ള എബ്രായ ബാലന്മാരുടെ ആഴമായ സ്നേഹം വ്യക്തമായി മനസ്സിലാക്കിയ ദൈവം അവർ തീനാളത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് മുൻപ് തന്നെ ആ തീനാളത്തിനകത്തേക്ക് കടന്നു ചെന്ന് തന്നെ ആഴമായി സ്നേഹിക്കുന്ന എബ്രായ ബാലന്മാരോടുള്ള ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് ആ തീനാളങ്ങൾ എബ്രായ ബാലന്മാരെ വിഴുങ്ങിക്കളയുകയോ അവരെ പൊള്ളലേൽപ്പിക്കുകയോ ചെയ്യാതെ കണ്ട് അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായ ആഴമായ ചരിത്രമാണ് ആ ദൈവവചന ഭാഗങ്ങൾക്കുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെയും സ്നേഹിക്കുമെന്ന്. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവം എന്നെയും സ്നേഹിച്ചു എന്ന്. ദാനിയേലിനോട് ചോദിച്ചാൽ, എബ്രായ ബാലന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ദൈവത്തെ ആഴമായി സ്നേഹിച്ചു, ആ ദൈവം ഞങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ ആഴമായി ഞങ്ങളെ സ്നേഹിച്ചു എന്ന് ഓർപ്പിക്കുവാനിടയാകും. അങ്ങനെ തിരുവചനത്തിലെ ഭക്തന്മാരൊക്കെ
ദൈവത്തെ സ്നേഹിച്ചു, ദൈവം അവരെയും സ്നേഹിപ്പാനിടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും ആഴമായി ദൈവത്തെ സ്നേഹിപ്പാൻ, പരമാർത്ഥതയോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ, നിർമ്മലതയോടെ ദൈവത്തെ സ്നേഹിപ്പാൻ, ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെ നാം മുൻപോട്ട് കടന്നു പോകുവാനും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായി തീരുവാനും നമുക്ക് തന്നെ നമ്മെ സമർപ്പിക്കുന്നവരാകാം. ആ തലത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തെ ആഴമായി സ്നേഹിപ്പാനും ആ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് തിരിച്ച് പ്രാപിപ്പാനും അത് ഞങ്ങൾക്ക് അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.